ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസും ക്യാരറ്റും ചേർന്നുള്ള നല്ലൊരു ടേസ്റ്റിയായ തോരനാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീൻസ് ആണ്. അത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നു. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ നോക്കാം. 1 ക്യാരറ്റ് കൊത്തി അരിഞ്ഞെടുത്തിരിക്കുന്നു. 2 സവോള ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നു. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്താൽ മതി. 1/2 കപ്പ് തേങ്ങാപ്പീര, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 വെളുത്തുള്ളി, 3-4 പച്ചമുളക്. ഞാനിവിടെ എരിവുള്ളത് കാരണം 3 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നല്ലതായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം വഴന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം. ബീൻസും ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ബീൻസും തേങ്ങാപ്പീരയും ക്യാരറ്റും എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ആകുന്നിടം വരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും നമുക്ക് ഒന്നുകൂടെ നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ബീൻസും ക്യാരറ്റും വേകാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതും ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് അടച്ചു വേവിക്കാം. അതിനുശേഷം ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ബീൻസും ക്യാരറ്റും ഒക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ വെള്ളമെല്ലാം വറ്റാൻ വേണ്ടി നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ബീൻസ് ക്യാരറ്റ് തോരൻ റെഡിയായി. അതിനെയും ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് എഴുതണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്